എറണാകുളം ജില്ലയിലെ CBSE സ്കൂൾ അധ്യാപകരുടെ അധ്യാപനശേഷിയും പഠനവിഷയങ്ങളിലെ അറിവും വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രത്നസാഗർ പബ്ലിക്കേഷന്റെ നേതൃത്വത്തിൽ വെങ്ങോല ബെത്സദ സ്കൂളിൽ വച്ച ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലയിലെ CBSE സ്കൂളുകളിലെ അധ്യാപകർക്ക് വേണ്ടി രത്നസാഗർ പബ്ലിക്കേഷന്റെ സഹായത്തോടുകൂടെ വെങ്ങോല ബെത്സദ പബ്ലിക് സ്കൂളിൽ വെച്ച് ഇന്ന് അധ്യാപകർക്ക് വേണ്ടി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ള ലേബലിൽ ഒരു ട്രെയിനിങ് സെഷൻ നടത്തുകയാണ്. ഈ ഭാഗത്തു നിന്നുള്ള 50ഓളം സ്കൂളുകളിലെ അധ്യാപകർ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 150 അധ്യാപകരാണ് ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. മാറിവരുന്ന സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെ ക്ലാസ് റൂമിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥിയുടെ കപ്പാസിറ്റി എങ്ങനെ കുറേ കൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുക എന്നുള്ളതാണ് ഇന്ന് ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിന് വെങ്ങോല ബെത്സദ പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കേരള ലക്ഷദ്വീപ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് IRS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരാൾ നല്ല വൃത്തിയായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാവുന്ന ഒരാൾ ഇന്റർനെറ്റിൽ യൂട്യൂബിൽ ഒരു ക്ലാസ് എടുത്ത് വെച്ചാൽ കോടാനുകോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതും മാത്രം നോക്കി പഠിച്ചാൽ പോരെ? പിന്നെ എന്തിന് അധ്യാപകർ? അപ്പോ അതിന് എത്ര പേർക്ക് വ്യക്തമായി നിങ്ങൾ എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഉത്തരം പറയാനായിട്ട് സാധിക്കും? യഥാർത്ഥത്തിൽ അധ്യാപകർ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനേ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ഉത്തരവാദിത്തമുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾ കാലഹരണപ്പെട്ടു പോകും. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ദൗത്യം പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കാനല്ല, ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഒരു പുതുതലമുറയെ വാർത്തെടുക്കണമെങ്കിൽ അവരിൽ എന്തെല്ലാം വേണമോ അതെല്ലാം നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്കൂൾ ഡയറക്ടർ PV ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിദ്ധ് പ്രസാദ ട്രെയിനിംഗ് ക്ലാസിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽമാരായ റീജ വി പോൾ, അനിത ജോർജ്, ഫാദർ ബെന്നി പന്തപ്ലാക്കൽ, ബിനു കുര്യാച്ചൻ എന്നിവർ പ്രസംഗിച്ചു.